Hi friends, ഇന്ന് നമ്മൾ KTU BTech Chemistry Chapter 4 Environmental Chemistry ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം വാട്ടർ കെമിസ്ട്രി ആണ്. സോ ഹാർഡ്നെസ് ഓഫ് വാട്ടർ. എന്താണ് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്? The property അല്ലെങ്കിൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? Property of water which prevents lather formation with soap solution is called hardness of water. സോപ്പ് പതയാത്ത വെള്ളമാണ് ഹാർഡ് വാട്ടർ എന്നറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണ്? Dissolved salts of calcium and magnesium and some other heavy metals. അപ്പോൾ സോപ്പ് നമുക്കറിയാം, ചില വെള്ളം നന്നായിട്ട് സോപ്പ് പതയില്ല, അല്ലെങ്കിൽ സോപ്പ് പതപ്പിക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു വൈറ്റ് സ്കം ഫോം ചെയ്യും. അത്തരത്തിലുള്ള വെള്ളമാണ് ഹാർഡ് വാട്ടർ എന്നറിയപ്പെടുന്നത്. ചില ബോർവെല്ലിലെ വെള്ളമൊക്കെ ഇത്തരത്തിലുള്ള വെള്ളമാണ്. അപ്പോൾ അതിന് കാരണം കാൽഷ്യം, മഗ്നീഷ്യത്തിൻ്റെ ബൈകാർബണേറ്റ്സ്, സൾഫേറ്റ്സ് ഒക്കെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. ഇനി ഹാർഡ്നെസ് അനുസരിച്ച് വാട്ടറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോഫ്റ്റ് വാട്ടർ ഉണ്ട്, ഹാർഡ് വാട്ടർ ഉണ്ട്. സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോപ്പ് പതയുന്ന വെള്ളം അല്ലേ? വാട്ടർ വിച്ച് ഫോം ലാദർ വിത്ത് സോപ്പ് ഈസ് കോൾഡ് സോഫ്റ്റ് വാട്ടർ. ആൻഡ് വാട്ട് ഈസ് ഹാർഡ് വാട്ടർ? വാട്ടർ വിച്ച് പ്രിവെന്റ്സ് ലാദർ ഫോർമേഷൻ വിത്ത് സോപ്പ് ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. ഓക്കെ, ദാറ്റ് ഈസ് സോഫ്റ്റ് വാട്ടർ ആൻഡ് ഹാർഡ് വാട്ടർ. ഇനി ഹാർഡ്നെസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ്സിനെ കാർബണേറ്റ് ഹാർഡ്നെസ് എന്നറിയപ്പെടുന്നു. ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ്സിനെ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എന്നറിയപ്പെടുന്നു. കാരണം ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് സൾഫർ ആണ്. ഓക്കെ, ദിസ് ഇസ് ടെമ്പററി ഹാർഡ്നെസ്. ഹാർഡ്നെസ് വിച്ച് വിൽ റിമെയിൻ ഫോർ എ ഷോർട്ടർ പീരീഡ് ആൻഡ് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ബൈ ബോയിലിംഗ് ഈസ് കോൾഡ് ടെമ്പററി ഹാർഡ്നെസ്. നമുക്ക് ബോയിൽ ചെയ്ത് ആ വെള്ളത്തിന്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഹാർഡ്നെസ് ആണ് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അതിന് കാരണം ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ആണ്. ഓൺ ബോയിലിംഗ് സോലുബിൾ ബൈകാർബണേറ്റ് ചേഞ്ചസ് ഇൻടു ഇൻസോലുബിൾ കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ്. അപ്പോൾ കാൽഷ്യം ബൈകാർബണേറ്റിനെ ഉള്ള വാട്ടർ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ അത് കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അല്ലെങ്കിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ഉള്ള വാട്ടറിലാണെങ്കിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ്സ് ആൻഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്സ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ഈ പ്രസിപ്പിറ്റേറ്റ് ഫിൽറ്റർ ചെയ്ത് റിമൂവ് ചെയ്താൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള വാട്ടർ കിട്ടും. ഇത്തരത്തിൽ ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ഡിസോൾവ് ചെയ്തിരിക്കുന്ന വാട്ടറാണ് ടെമ്പററി ഹാർഡ്നെസ് ഉള്ള വാട്ടർ എന്ന് പറയുന്നത്. ഈ വാട്ടർ ബോയിൽ ചെയ്ത് നമുക്ക് നമ്മുടെ ബൈകാർബണേറ്റ്സിനെ ഒക്കെ കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് സോഫ്റ്റ് വാട്ടർ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ബോയിലിംഗ് ആണ്. ബോയിൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ കാൽഷ്യം ബൈകാർബണേറ്റ്സ് കാൽഷ്യം കാർബണേറ്റ്സ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. മഗ്നീഷ്യം ബൈകാർബണേറ്റ്സ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്സ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ദെൻ ക്ലാർക്സ് പ്രോസസ്സ്. ഈ മെത്തേഡിൽ കാൽക്കുലേറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ലൈം ഈസ് ആഡഡ് ടു കൺവേർട്ട് ഇറ്റ് ആസ് ഇൻസോലുബിൾ കാർബണേറ്റ്. ലൈം ആഡ് ചെയ്താണ് നമ്മൾ ഈ ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നത്. ഇനി പെർമനന്റ് ഹാർഡ്നെസ്. പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണം ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, അയൺ എക്സെട്ര. മെയിൻലി ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ആണ് പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണം. പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ നമുക്ക് സിയോലൈറ്റ് പ്രോസസ് ഉണ്ട്, അയൺ എക്സ്ചേഞ്ച് പ്രോസസ് ഉണ്ട്. ഓക്കെ, ഇനി ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്. നമ്മൾ ഈ ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യുന്നത് കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റ്സ്, സൾഫേറ്റ്സ്, ക്ലോറൈഡ്സ് ഒക്കെ കൊണ്ടാണ് ഹാർഡ്നെസ് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ എപ്പോഴും കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് കാരണം ഒന്ന് കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ്. കാൽഷ്യത്തിൻ്റെ മോളിക്കുലാർ വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് 100 ആണ്, അതിൻ്റെ ഇക്വലന്റ് വെയിറ്റ് 50 ആണ്. ദെൻ കാൽഷ്യം കാർബണേറ്റ് ഇസ് ദ മോസ്റ്റ് ഇൻസോലുബിൾ പ്രസിപ്പിറ്റേറ്റ് ഇൻ മോസ്റ്റ് ഓഫ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്. അതുകൊണ്ട് കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ്സിന്റെ ടേംസിലാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു mass of hardness producing substance into equivalent weight of calcium carbonate divided by equivalent weight of hardness producing substance. നമ്മുടെ ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസിന്റെ മാസ് എത്രയാണോ അത് ഇൻറ്റു കാൽഷ്യം കാർബണേറ്റിന്റെ ഇക്വലന്റ് വെയിറ്റ്, അത് 50 ആണ് നമുക്കറിയാം, ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. ഈ ഇക്വലന്റ് വെയിറ്റ് എന്നുള്ളതിന് പകരം നമുക്ക് മോളിക്കുലാർ വെയിറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. ഈ രീതിയിൽ നമുക്ക് കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ പറ്റും.